പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പദാലേശമനിശം മമ ഹൃദി ഭവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇപ്പോൾ 12ാമത് ശ്രീ മഹാഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം പെരുന്തുരുത്ത് ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിൽ ഭഗവാന്റെ അമ്മയായി സങ്കല്പിക്കപ്പെടുന്ന ശ്രീ നാരായണന്റെ കഥകളെ കേൾക്കുവാൻ ഒരിക്കൽ കൂടി നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ഭഗവാൻ. അപ്പം അതിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ധർമ്മം. അത് നമ്മൾ ചെയ്യാം. 11 വർഷക്കാലം ഭാഗവതത്തെ പല ആചാര്യന്മാരിൽ നിന്നും ശ്രവിച്ചവരാണ്. ഇത് 12ാമത് വർഷം. ഇപ്പം കൂടുതലായിട്ട് കഥകളൊന്നും വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. കാര്യങ്ങളങ്ങ് പറഞ്ഞു പോവുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഭാഗവതം ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഭാഗവതം നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെയോ, ഒരു ഈശ്വര അന്വേഷിക്ക് പോവാൻ വേണ്ടതായിട്ടുള്ള വഴികളെ കാട്ടിത്തരുന്ന ഒരു മഹത്തരമായ ഗൈഡാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭാഗവതം. ഏതെല്ലാം വിധത്തിൽ ഒരു ഈശ്വര അന്വേഷി പോയാലാണ് അവൻ ആ മുക്തി പദത്തിലേക്ക് എത്താൻ കഴിയുക. അതിനിടയ്ക്ക് അവൻ കടന്നു പോവേണ്ട വഴികൾ ഏതൊക്കെയാണ്? അമ്മ അപ്പോ അങ്ങനെയുള്ള ആ യാത്രയിൽ ഭഗവാന് നമുക്ക് വഴികാട്ടിയാകുകയാണ്. അപ്പൊ ചോദിക്കും, പിന്നെ എന്തിനാ സ്വാമി ഞങ്ങൾ ഇവിടെ വന്നിരിക്കണേ, ഞങ്ങൾക്കുള്ളതല്ലെങ്കിൽ? ഈ ഒരു മനുഷ്യജന്മം നമുക്ക് മുക്തിയിലേക്ക് എങ്ങനെയാണേയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യജന്മത്തിൽ യാത്ര ചെയ്യേണ്ടത്, അതില് ഏതെല്ലാം